നമസ്കാരം, മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. നിരവധി ചിത്രങ്ങളിലൂടെ പ്രേക്ഷകരുടെ പ്രിയങ്കരിയായി മാറിയ താരമാണ് പ്രിയാമണി. ഇടയ്ക്കിടെ തന്റെ ചിത്രങ്ങളും വിശേഷങ്ങളുമായി സോഷ്യൽ മീഡിയയിൽ പ്രിയ പ്രത്യക്ഷപ്പെടാറുണ്ട്. മലയാളത്തിൽ നിന്നും കുറച്ചു കാലം വിട്ടുനിന്ന താരം മോഹൻലാൽ, ജിത്തു ജോസഫ് കൂട്ടുകെട്ടിൽ പുറത്തെത്തിയ നേരെന്ന ചിത്രത്തിലൂടെയാണ് തിരിച്ചെത്തിയത്. വർഷങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷമാണ് പ്രിയാമണി മലയാളത്തിലേക്ക് എത്തുന്നത്. പൊതുവെ വിവാഹശേഷം നടിമാർക്ക് അവസരം കുറയാറോ സിനിമകളിൽ നിന്ന് മാറി നിൽക്കാറോ ആണ് പതിവെങ്കിൽ പ്രിയാമണിയുടെ കാര്യത്തിൽ സംഭവിച്ചത് മറിച്ചാണ്. വിവാഹശേഷമാണ് നടിക്ക് തിരക്ക് കൂടിയത്. ജവാൻ, വിരാട പർവം തുടങ്ങിയ സിനിമകളിൽ ക്യാരക്ടർ റോളാണ് പ്രിയാമണി ചെയ്തത്. കരിയറിന് പൂർണ്ണ പിന്തുണ നൽകിക്കൊണ്ട് നടിയുടെ ഭർത്താവ് മുസ്തഫ രാജ് ഒപ്പമുണ്ട്. 2017 ഇരുവരും വിവാഹിതരാകുന്നത്. പ്രണയ വിവാഹമായിരുന്നു. വ്യത്യസ്ത മതം, മുസ്തഫയുടെ ആദ്യ വിവാഹബന്ധം തുടങ്ങിയവയൊന്നും ഇവരുടെ പ്രണയത്തെ ബാധിച്ചില്ല. വീട്ടുകാരുടെ സമ്മതപ്രകാരമാണ് വിവാഹം നടന്നത്. വിവാഹം നടന്ന് വർഷങ്ങൾ പിന്നിട്ടെങ്കിലും മാതാപിതാക്കളാകാൻ പ്രിയാമണിയും മുസ്തഫയും തയ്യാറായിട്ടില്ല. ഇതേക്കുറിച്ച് മാസങ്ങൾക്ക് മുൻപ് ഒരു തെലുങ്ക് മീഡിയയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ പ്രിയാമണി സംസാരിച്ചിട്ടുണ്ട്. പ്രിയാമണിയുടെ വാക്കുകൾ വീണ്ടും ശ്രദ്ധ നേടുകയാണ്. അമ്മയാകുമോ എന്ന ചോദ്യത്തിന് വ്യക്തമായ മറുപടി പ്രിയാമണി നൽകിയില്ല. കുട്ടികളെ ഇഷ്ടമാണോ എന്ന ചോദ്യത്തിന് സത്യസന്ധമായി പറഞ്ഞാൽ 50-50 ആണെന്ന് പ്രിയാമണി മറുപടി നൽകി. എന്റെ സഹോദരന്റെ മകളുണ്ട്, അവളെ ബുള്ളി ചെയ്യാൻ എനിക്ക് ഇഷ്ടമാണ്. നാത്തൂൻ പറയുന്നത് അവൾ എന്നെ പോലെയാണെന്നാണ്. അമ്മയാകുമ്പോൾ ക്ഷമ വേണം. ഞാൻ അധികം ക്ഷമയില്ലാത്ത വ്യക്തിയാണ്. പക്ഷെ പറയാൻ പറ്റില്ല, ഇതൊന്നും ഒരു ദിവസം കൊണ്ട് പഠിക്കുന്നതല്ല, സമയത്തിനൊപ്പം പഠിക്കുന്നതാണ്. നല്ലൊരു അമ്മയായിരിക്കുമെന്ന് താൻ പ്രതീക്ഷിക്കുന്നതായും പ്രിയാമണി പറഞ്ഞു. അതേസമയം മുൻ വിവാഹ ബന്ധത്തിൽ പ്രിയാമണിയുടെ ഭർത്താവ് മുസ്തഫ രാജിന് 2 മക്കളുണ്ട്. ആയിഷ എന്നാണ് മുസ്തഫയുടെ ആദ്യ ഭാര്യയുടെ പേര്. ഇവർ വേർപിരിഞ്ഞ് കഴിയുകയാണ്. മുൻപൊരിക്കൽ മുസ്തഫ രാജിനെതിരെ ആദ്യ ഭാര്യ ആയിഷ രംഗത്ത് വന്നിരുന്നു. മുസ്തഫ നിയമപരമായി ഇപ്പോഴും തന്റെ ഭർത്താവാണെന്നും ഡിവോഴ്സ് ഫയൽ ചെയ്തിട്ടില്ലെന്നും ആയിഷ വാദിച്ചു. ഇക്കാരണത്താൽ പ്രിയാമണിയുമായുള്ള മുസ്തഫയുടെ വിവാഹബന്ധം നിലനിൽക്കില്ലെന്നും ആയിഷ പറഞ്ഞു. ആരോപണത്തിനെതിരെ മുസ്തഫ അന്ന് രംഗത്ത് വന്നു. തനിക്കെതിരെയുള്ള ആരോപണം കള്ളമാണെന്ന് മുസ്തഫ രാജ് വാദിച്ചു. മക്കളുടെ ചെലവിനുള്ള പണം കൃത്യമായി ആയിഷയ്ക്ക് നൽകുന്നുണ്ട്. എന്നിൽ നിന്നും പണം കൈക്കലാക്കാനാണ് അവൾ ശ്രമിക്കുന്നത്. തനിക്കെതിരെ പരാതി ഉന്നയിക്കാൻ വിവാഹമോചനം നടന്നത് ഇത്രയും നാൾ കാത്തിരുന്നത് എന്തിനെന്നും മുസ്തഫ രാജ് എന്ന് ചോദിച്ചു. ആയിഷ ഇതിന് മറുപടിയും നൽകി. 2 മക്കളുടെ അമ്മയായ തനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? സമാധാനപരമായി പരിഹരിക്കാൻ ശ്രമിച്ചു. പക്ഷെ അത് നടക്കാത്തതിനാൽ ചില നടപടികൾ എടുക്കാൻ തീരുമാനിച്ചതാണെന്നും ആയിഷ അന്ന് വ്യക്തമാക്കി. വിവാദത്തെക്കുറിച്ച് പ്രതികരിക്കാൻ അന്ന് പ്രിയാമണി തയ്യാറായില്ല. പുതിയ സിനിമ ഭമകൽപ്പം 2 പ്രമോഷന് എത്തിയ പ്രിയാമണി വണ്ണം കുറച്ചതിന് പിന്നിൽ നടി നേരിട്ട ചില ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് തുറന്നു പറഞ്ഞിരുന്നു. ഞാൻ വല്ലാതെ വണ്ണം വെച്ചതായി എനിക്ക് തോന്നി. അമിതമായി ഭക്ഷണം കഴിച്ചത് കൊണ്ടായിരുന്നില്ല. ഇതോടെയാണ് ഗൈനക്കോളജിസ്റ്റിനെ കാണാൻ പോയത്. ചില ടെസ്റ്റുകൾ ചെയ്യാൻ ഗൈനക്കോളജിസ്റ്റ് നിർദ്ദേശിച്ചെന്നും പ്രിയാമണി തുറന്നു പറഞ്ഞു. യൂട്രസിൽ ടിഷ്യൂകൾ വളരുന്ന എഡിനോമയോമയായിരുന്നു അത്. 6 സെന്റിമീറ്ററോളം വളർന്നതിനാൽ അത് നീക്കം ചെയ്യണം. 6 സെന്റിമീറ്റർ വളരെ വലുതാണെന്ന് ഡോക്ടർ പറഞ്ഞു. ഒരു കീ ഹോൾ സർജറി ചെയ്യണം. സർജറിക്കായി എനിക്ക് വണ്ണം കുറയ്ക്കേണ്ടി വന്നു. വണ്ണം കുറച്ചാലേ ഓപ്പറേഷൻ സാധിക്കൂ എന്നതിനാൽ അതിനുവേണ്ടി മാത്രം ടാബ്ലറ്റ് തന്നു. അത് ശരീരഭാരം വല്ലാതെ കുറച്ചു. ഓപ്പറേഷൻ വിജയകരമായിരുന്നു. മുഴയുടെ 95% നീക്കി. ബാക്കിയുള്ള 5% അപകടകരമല്ല. ഒരുപക്ഷെ തിരിച്ചു വന്നേക്കാമെന്നും ഡോക്ടർ പറഞ്ഞുവെന്നും പ്രിയാമണി വ്യക്തമാക്കി. You're watching me on metromatney.com. on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.